പ്രോട്ടൈം സ്പീക്കർക്ക് സ്പീക്കറുടെ എല്ലാ അധികാരങ്ങളുണ്ട്. ഇപ്പോൾ സുരേന്ദ്ര വസന്ത് സിർസത്ത് കേസിൽ മുംബൈ ഹൈക്കോടതി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂട്ടക്കരച്ചിൽ കേട്ടിട്ട് ഇറങ്ങി ഓടിച്ചെല്ലാണ് എന്താ സംഭവം എന്നറിയാൻ. ഇത് എം പിമാരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇത് നമ്മൾ സലീം കുമാർ മറ്റേ സിനിമയിൽ പറയുന്ന പോലെയാണ്, കണ്ട ഒരു ലുക്കില്ല എന്നുള്ളൂ, യഥാർത്ഥത്തിൽ എം പി ആണ് എന്നിവർക്ക് വിശ്വാസം വരുന്നില്ല. പോയി തടഞ്ഞു, നേരെ അടി നമുക്ക് കിട്ടി, തൂക്കിയെടുത്ത് ബസ്സിലേക്ക് ഇട്ടു. എൻ്റെ ഒരു കുർത്തണ്ടായിരുന്നു, അതൊക്കെ കയറി പറഞ്ഞു. പക്ഷെ ആ പ്രിവിലേജിൽ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെന്തോ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളുണ്ട് എന്നതാണ്. സഭയുടെ സുഗമമായിട്ടുള്ള ചുമതലകൾ നിറവേറ്റാൻ ആവശ്യമായ അവകാശങ്ങളേ ഉള്ളൂ. അല്ല, അതല്ലേ വണങ്ങിയിട്ടല്ലേ പോണത്, വണങ്ങിയിട്ടാണ് പോണത്. പുറം തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നേ പറഞ്ഞുള്ളൂ. പൂമ്പ് പിന്നാക്കം നടക്കണമെന്നില്ല. ഇനി പോയിട്ട് മറന്നറിച്ച് വീഴണ്ട. ബഹുമാന്യനായ അധ്യക്ഷൻ, വളരെ പാർലമെൻ്ററി അനുഭവ സമ്പത്തുള്ള ശ്രീ രമേശ് ചെന്നിത്തല, ആദരണീയനായ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ, ബഹുമാന്യരായ മന്ത്രിമാർ, MLA മാർ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി ബഹുമാന്യനായിട്ടുള്ള സ്പീക്കറെ ഇത്ര സമഗ്രമായ ഒരു പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ പരിശീലന പരിപാടി ആവിഷ്കരിച്ചതിന് ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. ഈ പാഠ്യപദ്ധതിയും ഒപ്പം ഫാക്കൽറ്റിയും വളരെ സ്പീക്കർ നന്നായി മൈൻഡ് അപ്ലൈ ചെയ്ത് തന്നെ തിരഞ്ഞെടുത്തിട്ടതാണ്. പ്രത്യേകിച്ച് PDT ആചാര്യയെ പോലുള്ള ആളുകളെയെല്ലാം ഡൽഹിയിൽ നിന്ന് ഇതിനു വേണ്ടി അദ്ദേഹം ഇവിടെ വിളിച്ചു വരുത്തി. അത് എത്ര ഗൗരവത്തോടു കൂടി ഈ പരിശീലനത്തെ, സഭാ നടപടികളെ സ്പീക്കർ കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. അത് ഇന്ന് ഇത്തവണ വലിയ പ്രാധാന്യമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും കേരള നിയമസഭയുടെ ചരിത്രത്തിൽ 50% കൂടുതൽ പുതുമുഖങ്ങൾ അംഗങ്ങളായിട്ട് വരുന്നത്. 50% കൂടുതൽ പുതുമുഖങ്ങളാണ്. അപ്പം അതുകൊണ്ട് സഭാ നടപടികളുടെ ഗുണമേന്മ ഉയർത്തണമെങ്കിൽ ഈ പുതുമുഖങ്ങളെ സഭാ നടപടികൾ, ചട്ടങ്ങൾ, ഒപ്പം കീഴ്വഴക്കങ്ങൾ എല്ലാം പഠിപ്പിക്കേണ്ടതുണ്ട്. അത് പറയുമ്പോൾ നേരത്തെ ഉദ്ഘാടന സമ്മേളനം മുതൽ ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല വരെ പറഞ്ഞ കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പരിശീലനം കൊണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം നിങ്ങൾ പലരും അഭിഭാഷകരായിരിക്കും. ഞാനും അഭിഭാഷകനായിട്ട് 4 കൊല്ലം കോടതി പോയ ആളാണ്. നല്ല മാർക്കൊക്കെ വാങ്ങി LLB പാസ്സായി കഴിയുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും, കോടതി പോയിട്ട് നമ്മളെല്ലാം ശരിയാക്കി കളയാം എന്ന്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ അന്തം വിട്ടുപോവുക. കാരണം LLBക്ക് പഠിച്ചതും പരീക്ഷയ്ക്ക് ചോദിച്ചതുമായിട്ടുള്ള കാര്യങ്ങളുമായി ഒരു ബന്ധവും അവിടുത്തെ നടപടിക്രമങ്ങളിൽ ഉണ്ടാവില്ല. പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ട് അത് മനസ്സിലാവില്ല. അത് അവിടെ ഇരുന്ന് തന്നെ മനസ്സിലാക്കണം. ഞങ്ങൾക്കൊക്കെ ഒരു സൗകര്യം ഉണ്ടായി. ഞങ്ങളുടെ ബാച്ചാണ്, ഒരേ ഒരു ബാച്ചിനെ ഉണ്ടായുള്ളൂ ഇൻറ്റേൺഷിപ്പ്. അന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇൻറ്റേൺഷിപ്പ് നിർബന്ധിതമാക്കി. അപ്പോൾ 1 വർഷം ഇൻറ്റേൺസ് ആയിട്ടൊരു വക്കീൽ ഓഫീസിൽ ജോലി ചെയ്ത് ഈ നടപടിക്രമങ്ങൾ മുഴുവൻ പഠിക്കേണ്ടി വന്നു. 2 ബാച്ചിനുണ്ടായി. എന്തൊക്കെ അതിൽ പെട്ടതാണെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടില്ല. അതുപോലെ തന്നെയാണ് നിയമസഭയുടെയും കാര്യം. നമ്മളിപ്പോൾ ക്ലാസ് കേട്ടു. ഇനി ക്ലാസ്സൊക്കെ കേട്ടതിൻ്റെ ആവേശത്തിൽ റൂൾ ബുക്ക് ഒന്ന് വായിച്ച് പഠിച്ച് എല്ലാം മനഃപ്പാടമാക്കിയാൽ, ഇപ്പോൾ ചിലരൊക്കെ പറയും ഇത്രയല്ലേ ഉള്ളൂ, ഇത് നമുക്ക് വേഗം പഠിക്കാം. അങ്ങനെ പോയത് കൊണ്ടൊന്നും സഭയിലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം നമ്മളെ സഹായിക്കും. ക്ലാസ് ഒരു പ്രവേശികയാണ്, ഒരു മുഖവുരയാണ്. റൂൾ ബുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ റൂൾ ബുക്ക് വായിച്ചൊന്നും മനസ്സിലാവില്ല. അതുപോലെ അംഗങ്ങൾക്ക് ബഹുമാനപ്പെട്ട സ്പീക്കർ കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ സമാഹരിച്ചിട്ടുള്ള കഴിഞ്ഞ ഈ ഞാൻ സ്പീക്കറാവുമ്പോഴല്ല, അതിനു മുമ്പ് സമാഹരിച്ചിട്ടുള്ള നിയമസഭാ നടപടി ചട്ടങ്ങൾ, റൂളിങ്ങുകൾ സംബന്ധിച്ച അതെല്ലാം സമാഹരിച്ചൊരു വലിയ പുസ്തകമുണ്ട്. അത് ലഭ്യമാക്കിയിട്ടുണ്ടാവും. അതുകൂടി കഴിഞ്ഞാൽ വേണമെങ്കിൽ വളരെ താല്പര്യമുള്ളവർക്ക് ശക്തൻ കൗൾ വായിക്കാവുന്നതാണ്. ആദ്യം തന്നെ ശക്തൻ കൗളിൽ പോയി പിടിച്ചാൽ ചിലപ്പോൾ നമുക്കുള്ള താല്പര്യം കൂടി പോയെന്ന് വന്നേക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് ശക്തൻ കൗളും വായിക്കുന്നത്
നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിഷയം പൊതുവായ കാര്യങ്ങളാണ്, നടപടിക്രമങ്ങൾ പൊതുവായ കാര്യങ്ങളാണ്. കാരണം പ്രത്യേകമായിട്ട് പിന്നീട് ഓരോന്നിനെക്കുറിച്ചും ചോദ്യോത്തരത്തെക്കുറിച്ച് വരുന്നുണ്ട്, ബില്ലിനെക്കുറിച്ച്, നിയമനിർമ്മാണത്തെക്കുറിച്ച് വരുന്നുണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പൊതുവായിട്ടാണ് പറയേണ്ടത്. അത് സത്യത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ ഏറെക്കുറെ നല്ലൊരു പങ്ക് കവർ ചെയ്ത് കഴിഞ്ഞു. ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം കൂടി ആയപ്പോൾ ഏതാണ്ട് മുഴുവൻ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ സ്പർശിക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഇനിയിപ്പോൾ അങ്ങനെ ഒന്ന് ക്രമീകരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബഹുമാനായിട്ടുള്ള രമേശ് ചെന്നിത്തല പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തുനിന്ന് ഞാൻ തുടങ്ങാം. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സ്പിരിറ്റിനെ കുറിച്ചാണ്. നെഹ്റുവിനെ അദ്ദേഹം ഉദ്ധരിച്ചു. ഞാൻ നെഹ്റുവിനെ ഒരിക്കൽ കൂടി ഉദ്ധരിക്കുകയാണ്. നെഹ്റു പറഞ്ഞു, "The parliamentary system of work requires not only stout opposition, not only forcible expression of opinions and views, but an essential basis of cooperation between the opposition and the government, not in regard to any particular matter, but the whole basis of approach is, after all, a cooperative basis to carry out the work of Parliament forward. And insofar as we succeed in doing that, we succeed in laying the foundation of parliamentary work firmly." അതായത് പ്രതിപക്ഷവും ഗവൺമെൻറ്റും തമ്മിൽ ഒരു സഹകരണത്തിൻ്റെ അടിത്തറ എപ്പോഴും പാർലമെൻ്ററി പ്രവർത്തനത്തിൽ ഉണ്ടാവണം എന്നാണ്. ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ, വളരെ ശക്തമായി തന്നെ നിലപാടുകൾ പറയുമ്പോൾ, കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ തന്നെ ഇതൊഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് നെഹ്റു പറയുന്നുണ്ട്. രണ്ട് ഭാഗത്തും അതുണ്ടാവണം. അത് നിങ്ങൾക്ക് സഭയിലിരിക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു സഹകരണം കൂടി, ഏറ്റുമുട്ടൽ മാത്രമല്ല എന്നുവെച്ചാൽ സമരവും ഐക്യവും ഉണ്ടെന്നർത്ഥം. സമരവുമുണ്ട്, ചില ഘട്ടങ്ങളിൽ യോജിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പം അതാണ് ഒരു അടിസ്ഥാന ഘടകം എന്ന് നെഹ്റു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കറായിരുന്നു GV മാവലങ്കർ. മാവലങ്കറിനെയാണ് നമ്മൾ ഈ പാർലമെൻ്ററി നടപടികളുടെയൊക്കെ കാര്യത്തിൽ ശക്തൻ കൗളിനെ പോലെ തന്നെ ഉദ്ധരിക്കുന്ന, ആവർത്തിച്ചുദ്ധരിക്കുന്ന ഒരാളാണ് GV മാവലങ്കർ. മാവലങ്കർ പറഞ്ഞത്, "For real democracy, one has to look not merely in the provisions of the Constitution or the rules and regulations made for the conduct of business in the legislature, but one has to foster a real democratic spirit in those who form the legislature. If this fundamental is borne in mind, it will be clear that though questions would be decided by majorities, parliamentary government will not be possible if it is reduced to a mere counting of heads or hands." അതാണ്, ഭൂരിപക്ഷത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല ഒരു പാർലമെൻ്ററി സംവിധാനം പ്രവർത്തിക്കുക. തീരുമാനങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. തീരുമാനങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റും. എന്നാൽ തലയെണ്ണിയിട്ടോ കയ്യിൻ്റെ എണ്ണം എണ്ണിയിട്ടോ മാത്രം ഒരു പാർലമെൻ്ററി സംവിധാനത്തിന് പ്രവർത്തിക്കാനാവില്ല. അതെപ്പോഴും മനസ്സിലുണ്ടാവണം എന്നാണ് മാവലങ്കർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ അന്തഃസത്ത ഉൾക്കൊള്ളുക എന്നത് സഭയും സഭാംഗങ്ങളും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ജനപ്രതിനിധി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം? നിയമനിർമ്മാണമാണ്. എന്നാൽ നിയമനിർമ്മാണം മാത്രമല്ല, എക്സിക്യൂട്ടീവിൻ്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുക, എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിക്കുന്നത് ശരിയായ രീതിയിലാണ് എന്ന് ഉറപ്പാക്കുക, നിരന്തരമായി എക്സിക്യൂട്ടീവിനെ സർവൈലൻസിന് വിധേയമാക്കുക എന്നതാണ് ജനപ്രതിനിധി സഭയുടെയും ജനപ്രതിനിധികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ജനപ്രതിനിധികളുടെ പ്രവർത്തനം മികവുറ്റതാവുന്നത് ഇത് നിറവേറ്റുമ്പോഴാണ്. എക്സിക്യൂട്ടീവിനെ അക്കൗണ്ടബിളാക്കാൻ കഴിയുമ്പോഴാണ് ജനപ്രതിനിധികളുടെ പ്രവർത്തനം മികവുള്ളതായിട്ട് മാറുന്നത്. ഒപ്പം നിയമനിർമ്മാണത്തിൽ ജനങ്ങൾക്കനുകൂലമായിട്ട് ഇടപെടുമ്പോൾ, നേരത്തെ പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നിയമനിർമ്മാണത്തിന് എപ്പോഴും ഒരു ബ്യൂറോക്രാറ്റിക് സ്വഭാവം ഉണ്ടാവും. കാരണം തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതിനെ ജനപക്ഷ നിയമനിർമ്മാണമാക്കി മാറ്റാൻ ജനപ്രതിനിധികളായി ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന അംഗങ്ങൾക്ക് കഴിയണം. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടാതെ പോകുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. മാധ്യമങ്ങളോ മറ്റോ ഈ MLA മാരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ MP മാരുടെ പ്രവർത്തനങ്ങളെ
വിലയിരുത്തുന്നത് സഭയിൽ അവരുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതുകൂടി പരിഗണിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം തിരഞ്ഞെടുക്കുന്നത് ഈ ചുമതലകൾ നിറവേറ്റാനാണ്. നിയമനിർമ്മാണം ഒപ്പം എക്സിക്യൂട്ടീവിനെ അക്കൗണ്ടബിളാക്കി മാറ്റുക എന്നുള്ളത്. ഇപ്പം നയരൂപീകരണത്തിലും നിയമനിർമ്മാണത്തിലുമൊക്കെ ഇടപെടാൻ, അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും, സ്വാതന്ത്ര്യം മാത്രമല്ല അധികാരവും ജനപ്രതിനിധികൾക്കുണ്ട്. മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ, ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള അധികാരമുണ്ട്. അത് എങ്ങനെയാണ് വിനിയോഗിക്കാൻ കഴിയുക? അത് പാർലമെൻ്ററി ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്, പാർലമെൻ്ററി ഡിവൈസസ് ഉപയോഗിച്ചിട്ടാണ് ഈ അധികാരം വിനിയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നല്ല ധാരണ നമുക്കുണ്ടാവണം. നമ്മുടെ അധികാരം ശരിയായിട്ട് വിനിയോഗിക്കാൻ പറ്റണമെങ്കിൽ നടപടിക്രമങ്ങൾ, പാർലമെൻ്ററി ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഞാൻ എൻ്റെ ചില അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ചട്ടം മാത്രം ഈ ഉച്ചയ്ക്ക് പറഞ്ഞു പോയിക്കൊണ്ടിരുന്നാൽ വല്ലാണ്ട് ഡ്രൈ ആയി പോകും. ഇപ്പോൾ അനുഭവങ്ങളാണ് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഞാനാണെങ്കിൽ നിയമസഭയിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ്. MLA ആയിട്ടൊരു ദിവസത്തെ അനുഭവമേ ഉള്ളൂ. അടുത്ത ദിവസമാണ് സ്പീക്കറായത്. ആദ്യത്തെ തവണ MLA ആയി, സത്യപ്രതിജ്ഞ ചെയ്തു, അടുത്ത ദിവസം സ്പീക്കറായി. ശ്രീ രമേശ് ചെന്നിത്തല ആദ്യം നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കാം. അദ്ദേഹം പറഞ്ഞു 82 വന്നതാണെന്നുള്ളത്. അപ്പോൾ അത്രയും അനുഭവ സമ്പത്തുള്ള ഒരാളാണ് അദ്ദേഹം. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള അനേകം പേര് നിയമസഭാംഗങ്ങൾ എന്ന നിലയിൽ ഇവിടെ ഉണ്ട്. പിന്നെ 10 വർഷത്തെ പാർലമെൻ്ററി അനുഭവമാണ് ഒരു പ്രധാനപ്പെട്ട സഹായമായിട്ട് മാറിയത്. ഇവിടെ കുറേ പേരുണ്ട്. ഞാൻ ശ്രീ വി മുരളീധരനെ കണ്ടപ്പോൾ ചോദിച്ചു, അദ്ദേഹം കേന്ദ്രത്തിൽ പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്, ക്ലാസ്സിന് ഇവിടെ ഇരിക്കുന്നുണ്ടോ? അതൊക്കെ ഒരു മാതൃകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലോ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. വേറൊരു പ്രത്യേകത കണ്ടത്, മന്ത്രിമാർ പലരും ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പുതിയ മന്ത്രിമാർ മാത്രമല്ല, പഴയ മന്ത്രിമാരും ധാരാളം അനുഭവമുള്ള മന്ത്രിമാരും ഇവിടെ ഇരിക്കുന്നു. ഞാൻ കഴിഞ്ഞ തവണത്തെ പരിശീലനം സംഘടിപ്പിച്ച ആളാണ് ഞാൻ. ബഹുമാന്യനായ സ്പീക്കർ, അന്ന് ഇത്രയും പേര് പോയിട്ട് ഇതിൻ്റെ പകുതി ആൾ പോലും ഇരുന്നിട്ടില്ല ആദ്യത്തെ സെഷനിൽ. അപ്പോൾ അതും അംഗങ്ങൾ എത്ര ഗൗരവത്തോടെ ഇതിനെ കാണുന്നു എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം പകുതിയിലധികം പുതിയ ആളുകളാണെന്നുള്ളതാണ്, വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളതാണ്. അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം ചോദ്യം തന്നെയാണ്. ബാക്കി വിശദമായൊരു നോട്ട് എല്ലാവർക്കും തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സഭ തുടങ്ങുന്നത്, സമൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സമൻസ് 15 ദിവസം മുമ്പ് ഇഷ്യൂ ചെയ്യണം എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരിൻ്റെ ശുപാർശയിലാണ് സഭ വിളിക്കുന്നത്. മുഖ്യമന്ത്രി ക്യാബിനറ്റുമായി കൂടിയാലോചിച്ച് സഭ ചേരേണ്ട തീയതി, തുടങ്ങേണ്ട ദിവസം, അതിൻ്റെ ദൈർഘ്യം അത് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വരുന്ന, അല്ലെങ്കിൽ കുറച്ച് കാലത്തിനിടയിൽ വന്നിട്ടുള്ളത്, സർക്കാരിൻ്റെ ശുപാർശയിലല്ലാതെ സഭ വിളിക്കാമോ? സർക്കാരിൻ്റെ ശുപാർശയിലല്ലാതെയും സഭ വിളിച്ച സന്ദർഭങ്ങളുണ്ട്. 1998 ഉത്തർപ്രദേശിൽ ശ്രീ കല്യാൺ സിംഗും ശ്രീ ജഗദംബിക പാലും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കം വന്നു. അപ്പോൾ അതിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്, ജഗദംബിക പാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ സുപ്രീം കോടതി അതിൽ ഉത്തരവിട്ടു. അതെ, ഒറ്റ ദിവസം. അദ്ദേഹം എൻ്റെ കൂടെ പാർലമെൻറ്റ് മെമ്പറായിരുന്നു. ഞങ്ങൾ ഒരേ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്, ജഗദംബിക പാലും ഞാനും. ഒറ്റ ദിവസം മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ആ കേസിൽ സുപ്രീം കോടതി ഗവർണറോട് നിർദ്ദേശിച്ചു, നിയമസഭ ഇന്ന ദിവസം വിളിച്ചു ചേർത്ത് ഭൂരിപക്ഷം തെളിയിക്കണം എന്നുള്ളത്. ഗോവയിൽ മനോഹർ പരീക്കറെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതാവ് ചന്ദ്രകാന്ത് കൗലേക്കർ അദ്ദേഹം അതിൽ എതിർപ്പ് രേഖപ്പെടുത്തി. അദ്ദേഹം കോടതിയെ സമീപിച്ചു. ചന്ദ്രകാന്ത് കൗലേക്കർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസിലും കോടതി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ സഭ ഇന്ന ദിവസം വിളിക്കണം, അന്ന് സത്യപ്രതിജ്ഞ നടത്തണം, അന്ന് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ ശുപാർശയിലല്ലാതെയും ഇങ്ങനെ വിളിച്ച സന്ദർഭം ഉണ്ട്. പിന്നീട് സമീപകാലത്ത് ജാർഖണ്ഡിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് രണ്ടും കൃത്യമായി കോടതിയുടെ വിധി തന്നെ ഉള്ളതാണ്. ജാർഖണ്ഡ് ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് അതിനി വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങളതിൽ പങ്കാളികളായതാണ്. 2 ലോക്സഭയിലും ഇവിടെയും സ്പീക്കർ തെരഞ്ഞെടുപ്പിലൊരു വ്യത്യാസമുണ്ട്. അവിടെ ഉപക്ഷേപം അവതരിപ്പിക്കുകയാണ് ചെയ്യുക, ഇവിടെ ബാലറ്റിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രോട്ടൈം സ്പീക്കർ അറിയാമല്ലോ, ഗവർണർ മുതിർന്ന ഒരംഗത്തെ പ്രോട്ടൈം സ്പീക്കറായിട്ട് നിർദ്ദേശിക്കുന്നു. പ്രോട്ടൈം സ്പീക്കർക്ക് സ്പീക്കറുടെ എല്ലാ അധികാരങ്ങളുമുണ്ട്. പ്രോട്ടൈം സ്പീക്കർക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട്. ഇപ്പോൾ സുരേന്ദ്ര വസന്ത് സിർസത്ത് കേസിൽ മുംബൈ ഹൈക്കോടതി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പീക്കർക്ക് എന്തെല്ലാം അധികാരമുണ്ടോ അത് മുഴുവൻ പ്രോട്ടൈം സ്പീക്കർക്കുണ്ട് എന്നത്.
അപ്പോൾ 1987-88 ബജറ്റ് കേരള നിയമസഭയിൽ അന്നത്തെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് പ്രോട്ടൈം സ്പീക്കറായിട്ടുള്ള ഭാർഗവി തങ്കപ്പൻ്റെ അധ്യക്ഷതയിലാണ്. കാരണം മാർച്ച് 28-നാണ് ബജറ്റ് പാസ്സാക്കിയാലേ അടുത്ത സാമ്പത്തിക വർഷം അവസാനിച്ച് അടുത്ത സാമ്പത്തിക വർഷത്തെ ചെലവ് നടത്താൻ പറ്റും. ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ബജറ്റ് അവതരിപ്പിക്കാൻ നിന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കും എന്നതായിരിക്കണം കാരണം എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം ഡേറ്റ് നോക്കുമ്പോൾ മാർച്ച് 28-നാണ്. അന്ന് സഭയിലുണ്ടോ? അന്ന് സഭയിൽ ഉണ്ട്. അപ്പോൾ പ്രോട്ടൈം സ്പീക്കറുടെ അധ്യക്ഷതയിലാണ്. ശ്രീ ജി കാർത്തികേയൻ്റെ നിര്യാണത്തെ തുടർന്ന് ശ്രീ എൻ ശക്തൻ, അദ്ദേഹം തുടക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ സ്പീക്കറും ഇല്ല, ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ലാതെ വന്നു. അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ് രാജിവെച്ചത്. അന്ന് ഗവർണർ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷനെ പ്രോട്ടൈം സ്പീക്കറായിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടൈം സ്പീക്കർ എന്ന് പറഞ്ഞാൽ സ്പീക്കറുടെ എല്ലാ അധികാരങ്ങളും ഉള്ള ആൾ തന്നെയാണ്. അതുപോലെ പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം നയപ്രഖ്യാപനമാണ്. ഇപ്പോൾ നയപ്രഖ്യാപനം കഴിഞ്ഞു, നന്ദി പ്രമേയ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 176(1) അനുസരിച്ച് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലയാണ് നയപ്രഖ്യാപനം എന്നത്. ഗവർണർ ഇപ്പോൾ വർഷാരംഭത്തിൽ ഗവർണറുടെ പ്രസംഗത്തോടു കൂടി അല്ലാതെ സഭ ആരംഭിച്ചാൽ സഭ ചേർന്നതായിട്ട് പറയാൻ പറ്റില്ല. ഗവർണർ പ്രസംഗിച്ചാലേ വർഷാരംഭത്തിൽ ആദ്യത്തെ സമ്മേളനം, ഗവർണർ പ്രസംഗിച്ചില്ലെങ്കിൽ അങ്ങനെ സഭ ചേർന്നതായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ ശാരദാക്കർ വേഴ്സസ് സ്പീക്കർ ഒറീസ. ഗവർണറുടെ പ്രസംഗമില്ലാതെ ചേർന്നാൽ അംഗീകരിക്കാൻ പറ്റില്ല. മറ്റൊരു കേസിൽ സയ്യിദ് മൻസൂർ ഹബീബുള്ള വേഴ്സസ് പശ്ചിമ ബംഗാൾ സ്പീക്കർ, അതിൽ കോടതി വ്യക്തമാക്കിയത് ഗവർണർ പ്രസംഗിക്കാതെ സഭ ചേർന്നാൽ ആ സമ്മേളനം അസാധുവായിട്ട് പ്രഖ്യാപിക്കാമെന്നാണ്. അസാധുവായിട്ട് പ്രഖ്യാപിക്കാം. പിന്നെ ഗവർണർക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ കഴിയാതെ വന്നാലോ പകരം സംവിധാനം രാഷ്ട്രപതിക്ക് ഏർപ്പെടുത്താം. അങ്ങനെ പണ്ട് ഗവർണർ പ്രസംഗിക്കാത്തൊരു അനുഭവമുണ്ട്. പട്ടംതാണിപ്പുള്ള ആന്ധ്ര ഗവർണറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അസുഖം മൂലം സഭയിൽ വരാൻ കഴിയാതെ വന്നു. അപ്പോൾ ഗവർണറുടെ കത്ത് സഹിതം സ്പീക്കറോട് വായിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. സ്പീക്കർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച ഒരു അനുഭവമുണ്ട് ആന്ധ്ര നിയമസഭയിൽ. ഇപ്പോൾ ഏറ്റവും വിവാദമായിട്ടുള്ളൊരു വിഷയം ഗവർണറുടെ പ്രസംഗത്തെ സംബന്ധിച്ചുള്ളതാണ്. ഗവർണർക്ക് പ്രസംഗം തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. ഇന്ത്യയിൽ പലയിടത്തും അത് വിവാദമായിട്ട് വന്നിരിക്കുകയാണ്. ഗവർണർ അംഗീകരിച്ച് കൊടുത്ത പ്രസംഗം പിന്നെ സഭയിൽ തിരുത്താൻ പറ്റില്ല. ക്യാബിനറ്റിൻ്റെ തയ്യാറാക്കുന്നതാണല്ലോ പ്രസംഗം. ക്യാബിനറ്റ് അംഗീകരിക്കുന്നതാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ആ പ്രസംഗം ഗവർണർ അംഗീകരിച്ചു, മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചില്ല. അത് പിന്നീട് സഭയിൽ വരുമ്പോൾ അതിൽ തിരുത്തൽ വരുത്താൻ പറ്റില്ല. അംഗീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. എല്ലാം വായിക്കണമെന്ന് നിർബന്ധമില്ല. ഗവർണർ ആദ്യത്തെ അവസാനത്തെയും ഖണ്ഡിക വായിച്ചാലും പ്രസംഗം സഭയിൽ വെച്ചതായിട്ട് കണക്കാക്കാം. പക്ഷേ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അങ്ങനെ സമീപകാലത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. അതിലൊന്ന് 2023 തമിഴ്നാട് ഗവർണർ തിരുത്തി കൂട്ടിച്ചേർത്ത് വായിച്ചു. മുഖ്യമന്ത്രി ആയിരുന്ന MK സ്റ്റാലിൻ അത് നീക്കം ചെയ്യണം എന്നൊരു പ്രമേയം അവതരിപ്പിച്ചു. അത് നീക്കം ചെയ്തു. ഈ 2026 ബഹുമാനായിട്ടുള്ള സ്പീക്കർക്ക് ഓർമ്മയുണ്ടാവും, 2026 വിഷ്ണുനാഥനും ഓർമ്മയുണ്ടാവും, 26 അവസാന സമ്മേളനം, കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ നയപ്രഖ്യാപനത്തിന് ശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ക്യാബിനറ്റ് അംഗീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഗവർണറുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി എഴുന്നേറ്റിട്ട്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞു ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇന്ന കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അത് സഭാരേഖകളിൽ ഉണ്ടാവരുത്, അച്ചടിച്ച് വിതരണം ചെയ്ത പ്രസംഗമേ. രണ്ടായി. അച്ചടിച്ചതാണ് അംഗീകരിച്ച പ്രസംഗം. ഗവർണർ അവതരിപ്പിച്ചപ്പോഴോ പുതിയ ചില കാര്യങ്ങൾ ഇതിൽ വന്നു, ചില വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ അതുകൊണ്ട് അച്ചടിച്ചതേ സഭാരേഖയിൽ ഉണ്ടാവാൻ പാടൂ. അതാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിട്ട് അംഗീകരിക്കേണ്ടത്. അത് കുറച്ചും കൂടി പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്ക് പോയി. ഗവർണർ സ്പീക്കർക്കൊരു കത്ത് കൊടുത്തു, എൻ്റെ പ്രസംഗത്തിൽ മാറ്റം വരുത്തിയത് ചട്ടപ്രകാരമല്ല, അത് ഉചിതമല്ല, അങ്ങനെ ഞാൻ അവിടെ വായിച്ച പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായത് അത് രേഖയിൽ നീക്കം ചെയ്യാൻ സ്പീക്കർക്ക് അധികാരമില്ല, അത് സഭയുടെ അധികാരമാണ്. അപ്പോൾ എൻ്റെ കത്ത് മേശപ്പുറത്ത് വെക്കണം. അപ്പോൾ മേശപ്പുറത്ത് വയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്പീക്കർ മറുപടി കൊടുത്തു. വീണ്ടും ഗവർണർ കത്ത് കൊടുത്തു. അവസാനം സ്പീക്കറുടെ കത്ത് സഭയുടെ പരിഗണനയ്ക്ക് വെച്ചു. സഭ ഏകകണ്ഠമായിട്ട് തള്ളിക്കളഞ്ഞു. തള്ളിക്കളയാന്ന് പറഞ്ഞാൽ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഈ അവസാന സമ്മേളനത്തിൽ ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായതുകൊണ്ട് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെയും ചർച്ച ചെയ്യപ്പെടാതെയും പോയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പം ഇങ്ങനെ ഭാവിയിലൊരു പക്ഷേ
ഈ ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട റെഫറൻസായിട്ട് വരാവുന്ന ഒന്നാണ്. ആ സമയത്ത് അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി നന്ദി പ്രമേയത്തിന് ഭേദഗതി കൊടുക്കാം. അംഗങ്ങൾക്കുള്ളൊരു പ്രധാനപ്പെട്ട അവകാശമാണ്. നന്ദി പ്രമേയത്തിന് ഭേദഗതി കൊടുക്കാം. പാർലമെൻറ്റിലും ഇവിടെയെല്ലാം കൊടുക്കാം. ആ ഭേദഗതി മറുപടി കഴിഞ്ഞ് അവസാനം വോട്ടിനിടും. വേണമെങ്കിൽ വോട്ടിനിടാം. അപൂർവമായിട്ട് അങ്ങനെ വോട്ടിനിടുന്ന സ്ഥിതി ഉണ്ടാവാറുള്ളൂ. അങ്ങനെ വോട്ടിനിട്ട് ഗവൺമെൻറ് പരാജയപ്പെട്ടാൽ രാജിവെക്കണം എന്നാണ്. 2 സന്ദർഭത്തിൽ രാജിവെച്ചിട്ടുണ്ട്. 67-ലുണ്ട്, 71-ലും രാജിവെച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് പാർലമെൻറ്റിൽ ശ്രീ വി മുരളീധരൻ അന്നുണ്ടെന്ന് തോന്നുന്നു. 2015-ലാണ് രാജ്യസഭയിൽ, ലോക്സഭയിലല്ല, രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഭേദഗതിക്ക് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. അപൂർവമായിട്ട് സംഭവിക്കുന്ന വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു. ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടായില്ല. കാരണം രാജ്യസഭയിൽ നിന്ന് ഗവൺമെൻറ്റിന് ഭൂരിപക്ഷമില്ല. രാജ്യസഭ ആയതുകൊണ്ട് രാജിവെക്കേണ്ട പ്രശ്നം വരുന്നില്ല. അപ്പോൾ 67 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ രാജ്യസഭയിൽ ഗവൺമെൻറ് നന്ദിപ്രമേയ ചർച്ചയിൽ പരാജയപ്പെടുന്നത്. 2016 ഇത് വീണ്ടും ആവർത്തിച്ചു. അന്ന് ഗുലാം നബി ആസാദിൻ്റെ ഭേദഗതിയാണ് പാസ്സായത്. അപ്പം ഇങ്ങനെയുള്ള ഇതൊരു സാധ്യതയാണ്. പാസ്സാവാൻ സാധ്യതയില്ല, കാരണം ഭൂരിപക്ഷം ഗവൺമെൻറ്റിനായിരിക്കുമല്ലോ എപ്പോഴും. രാജ്യസഭയിൽ വേറൊരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് അംഗങ്ങൾക്കൊരു സാധ്യതയാണ്, ഇടപെടാനുള്ള ഒരു സാധ്യതയാണ് നന്ദി പ്രമേയത്തിന് ഭേദഗതി കൊടുക്കുക എന്നുള്ളത്. പിന്നെ ചോദ്യോത്തരം. ഇവിടെ ചോദ്യോത്തരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു. 10 പൂർണ്ണ ദിവസം മുമ്പ് ചോദ്യത്തിന് നോട്ടീസ് കൊടുക്കണം. അതിൽ നോട്ടീസ് കൊടുക്കുന്ന ദിവസം ഉൾപ്പെടില്ല, ഉത്തരം പറയുന്ന ദിവസം അതിൽ ഉൾപ്പെടില്ല. ബാക്കി ഇടയിൽ വരുന്ന അവധി ദിവസം ഉൾപ്പെടുന്നതാണ് ഈ 10 ദിവസം എന്നത്. അപ്പോൾ 10 ദിവസത്തിന് മുമ്പ് ചോദ്യത്തിന് നോട്ടീസ് നൽകണം. ഇപ്പോൾ നോട്ടീസ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ വിശദമായിട്ട് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനിതിവിടെ ആവർത്തിക്കുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉപചോദ്യങ്ങൾ വളരെ സൂക്ഷിച്ചും ജാഗ്രതയോടെയും നമുക്കാവശ്യമുള്ള ഉത്തരം കിട്ടാൻ പറ്റുന്ന തരത്തിൽ തയ്യാറാക്കുക എന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതിൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയാം. മന്ത്രിമാർ പലരും എത്ര ഗൗരവത്തോടെയാണ് ഇതിനെ കാണുന്നത് എന്നത്. പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ ഒരു വിൻ്റർ സെഷൻ നടക്കുകയാണ്. അപ്പോൾ കൊടും തണുപ്പാണ് ഡൽഹിയിൽ. അതിരാവിലെ പുതപ്പിൽ ചുരുണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നു. ഫോൺ എടുത്തപ്പോൾ ആരോഗ്യമന്ത്രി ആയിട്ടുള്ള ഗുലാം നബി ആസാദിൻ്റെ വീട്ടിൽ നിന്നാണ് MP-യോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സംസാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ഫോൺ കൊടുത്തു. അപ്പോൾ അത് ആദ്യം എന്നെ അഭിനന്ദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്തോ ഒരു ഡെലിഗേഷനിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഫോറിൻ ഡെലിഗേഷനിൽ മറ്റും ഉൾപ്പെടുത്തിയതുകൊണ്ടായിരിക്കും അഭിനന്ദിക്കുന്നത് എന്നാണ്. എന്നാൽ അടുത്ത വാചകം അദ്ദേഹം പറഞ്ഞത്, കേരളം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറച്ചത് ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ്. അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അന്നൊരു സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ ആണല്ലോ സഭാതലത്തിൽ വരുന്നത്. അതൊക്കെ ഇപ്പോൾ ഇതിനകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യവും നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യമുണ്ട്. നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യമാണ് സഭാതലത്തിൽ മറുപടി കിട്ടുന്നത്. അൺസ്റ്റാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സഭാതലത്തിൽ മറുപടി കിട്ടില്ല, രേഖാമൂലമുള്ള മറുപടി കിട്ടും. അപ്പോൾ അത് സംബന്ധിച്ചാണ് ചോദ്യം. സഭാതലത്തിൽ വരുന്ന സ്റ്റാർട്ട് ക്വസ്റ്റ്യനാണ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, അപ്പം അതിന് ഒരു നല്ല മറുപടി, നിങ്ങൾക്ക് തൃപ്തി വരുന്ന സമഗ്രമായൊരു മറുപടി നൽകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഉപചോദ്യം എന്താണ് ചോദിക്കാൻ പോകുന്നത് തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അതിരാവിലെയാണ്. ഞാൻ പറഞ്ഞില്ല, ഉപചോദ്യം തയ്യാറാക്കിയിട്ടില്ല. ഉത്തരം പ്രധാനപ്പെട്ട മറുപടി എന്താണെന്ന് കണ്ടാൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഉപചോദ്യം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മന്ത്രി എത്ര ഗൗരവത്തോടു കൂടിയാണ് അതിനെ സമീപിക്കുക. അദ്ദേഹം രാവിലെ അധികാലത്ത് എഴുന്നേറ്റിട്ട് ഈ ചോദ്യം ചോദിക്കുന്ന അംഗത്തെ വിളിച്ച് നിങ്ങളുടെ ഉപചോദ്യം എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കി വെക്കുകയാണ്. എന്നാൽ എനിക്ക് നല്ല മറുപടി നൽകാൻ കഴിയും. അപ്പോൾ ഉപചോദ്യത്തിൻ്റെ പ്രാധാന്യമാണത് കാണിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ സർക്കാരിൽ നിന്ന് നല്ല മറുപടികൾ കിട്ടാൻ പറ്റും. അതാണ് നേരത്തെ ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഒരു മന്ത്രി തന്നെ അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധമാണ് ചോദ്യോത്തരവേള എന്ന് പറയുണ്ടായി. ഞാനത് ഇവിടെ പറഞ്ഞത് അക്കൗണ്ടബിൾ ആക്കാൻ എന്നാണ്. യഥാർത്ഥത്തിൽ വേണമെങ്കിൽ പ്രതിക്കൂട്ടിലുമാക്കാൻ പറ്റുന്ന ഒരായുധമാണ് ചോദ്യോത്തരവേള. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉപചോദ്യം തയ്യാറാക്കിയാൽ ആ ഉപചോദ്യത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് പിന്നീട് നിയമസഭയുടെ അഷ്വറൻസ് കമ്മിറ്റി വഴി നമുക്ക്
ഫോളോ അപ്പ് ചെയ്യാം, അത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാം. കാരണം സഭാ തലത്തിൽ ഒരു ഉറപ്പ് തന്നാൽ അത് പാലിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമാണ്. അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കാം. അഷുറൻസ് കമ്മിറ്റി മുമ്പാകെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയെ, സെക്രട്ടറിയെ വിളിച്ചു വരുത്താം. അപ്പോൾ ആ നിലയിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ ചോദ്യോത്തരവേള എന്നത്. ഇനി ഒന്ന് രണ്ട് കാര്യം പുതിയ അംഗങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒന്ന് ചോദ്യോത്തരവേള. അതിന് സഭയിലിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. സ്പീക്കറുടെ കണ്ണിൽപ്പെടാൻ ഏറ്റവും നല്ല മാർഗം സഭയിൽ സ്ഥിരമായിട്ടിരിക്കുക എന്നതാണ്. സ്പീക്കർമാരുടെ ഒരു സൈക്കോളജി ഞാൻ പറയാം. സ്ഥിരം സഭയിലിരിക്കുന്ന, സജീവമായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളോടൊരു പ്രത്യേക പരിഗണന എപ്പോഴും സ്പീക്കർമാർ കാണിക്കും. അത് അപ്പോൾ അവർക്ക് കൂടുതൽ അവസരം കിട്ടും. എങ്ങനെയാണ് അവസരം കിട്ടുക? നമുക്കിഷ്ടമുള്ളപ്പോൾ അവസരം കിട്ടില്ല. ക്ഷമയോടെ നമ്മൾ ഇരിക്കുമ്പോഴാണ്. ഒരു 10 തവണ കൈവെക്കുമ്പോഴായിരിക്കും സ്പീക്കർ ഒന്ന് കണ്ടാൽ നമ്മളെ കുറേ നേരമായില്ലേ ആ മെമ്പർ കൈവെക്കുന്നു, ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ ആണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഉത്തരം അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നേരത്തെ തന്നെ കിട്ടും. അപ്പോൾ അപ്ലോഡ് ചെയ്തിരുന്ന ഉത്തരം നോക്കിയെടുത്ത് ആ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാവുന്ന ഉപചോദ്യം, ഏത് അംഗത്തിൻ്റെ ചോദ്യത്തിനും നിങ്ങൾക്ക് ഉപചോദ്യം ചോദിക്കാം. ഇപ്പോൾ എൻ്റെ ചോദ്യമാണ് സ്റ്റാർ ചോദ്യം, അതിൻ്റെ മറുപടി ഏതംഗത്തിനും നോക്കാം. 140 അംഗങ്ങളിൽ മന്ത്രിമാരല്ലാത്ത ഏതൊരാൾക്കും അത് നോക്കി അതിന് ഉപചോദ്യം തയ്യാറാക്കാം. എന്നിട്ട് ആ ഉപചോദ്യം ചോദിക്കാൻ അവസരം ചോദിക്കാം. അപ്പം അതിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളില്ല. അപ്പം അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ചോദ്യോത്തരവേളയിൽ ഉപചോദ്യം ചോദിക്കാനുള്ള അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയാനുള്ളത്. മറ്റൊന്നൊരു ഹാഫ് ആൻ അവർ ഡിസ്കഷൻ, അരമണിക്കൂർ ചർച്ച എന്നൊന്നുണ്ട്. അത് ആഴ്ചയിൽ 3 ദിവസം വരെ സ്പീക്കർക്ക് അനുവദിക്കാം. അപ്പോൾ ഒരു ഉത്തരത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ മുൻനിർത്തി നോട്ടീസ് കൊടുക്കാം. 2 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്താൽ മതി. അരമണിക്കൂർ ആ ഉത്തരത്തെ ആസ്പദമാക്കിയിട്ടൊരു ചോദ്യോത്തരവേളയിൽ കഴിഞ്ഞാൽ അരമണിക്കൂർ ചർച്ച സ്പീക്കർ നിശ്ചയിക്കുന്ന ദിവസം, അങ്ങനെ ആഴ്ചയിൽ 3 എണ്ണം വീതം അനുവദിക്കാമെന്നാണ്. ആ അരമണിക്കൂർ ചർച്ച വേണ്ടത്ര സാധാരണ ഉപയോഗിക്കാറില്ല. പാർലമെൻറ്റിലൊക്കെ 10 കൊല്ലത്തിനിടയിൽ ചില സമയത്ത് ഉണ്ടായതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ കേരള നിയമസഭയിൽ എനിക്ക് കഴിഞ്ഞ 5 വർഷത്തെ അനുഭവമേ ഉള്ളൂ, അതുണ്ടായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് പുതിയ അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അരമണിക്കൂർ ചർച്ചയ്ക്ക് നോട്ടീസ് കൊടുക്കുക. അപ്പോൾ നോട്ടീസ് കൊടുത്ത അംഗത്തിന് ഒരു ഹ്രസ്വമായിട്ടുള്ള പ്രസ്താവന നടത്താം, മറുപടി വരും. പിന്നെ നേരത്തെ നോട്ടീസ് കൊടുത്ത അംഗങ്ങൾക്ക് ഓരോ ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. അതാണ് ചോദ്യോത്തരവേളയെ നമുക്ക് ഉപയോഗിക്കാൻ. അടിയന്തര ചോദ്യത്തെക്കുറിച്ച് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അടിയന്തര ചോദ്യത്തിൻ്റെ പ്രത്യേകത 10 പൂർണ്ണ ദിവസത്തിൻ്റെ നോട്ടീസ് വേണ്ട. അല്ലാതെ തന്നെ ഒരു അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് നോട്ടീസ് കൊടുക്കാം. അപ്പോൾ അതിൽ ഇളവ് കിട്ടും. പിന്നെ സീറോ ഓവറിനെ കുറിച്ചുകൂടെ പറഞ്ഞു. സീറോ ഓവർ എന്നൊരു പ്രയോഗം ചട്ടത്തിൽ ഇവിടെ ഇല്ല. അത് പിന്നെ പ്രയോഗിച്ചുണ്ടായതാണ് സീറോ ഓവർ. ഏതാ സീറോ ഓവർ? സീറോ ഓവർ എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരവേളയ്ക്കും ലെജിസ്ലേറ്റീവ് ബിസിനസ്സിനും ഗവൺമെൻറ് ബിസിനസ്സിനും ഇടയിലുള്ള ശൂന്യമായിട്ടുള്ള സമയമാണ് ശൂന്യവേള എന്ന് പിന്നീട് പ്രയോഗത്തിലൂടെ വന്നത്. ആ ശൂന്യവേളയിലാണ് ഏതെല്ലാം എടുക്കുന്നത്? ശബ്ദ ക്ഷണിക്കൽ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റൂൾ 50, ആദ്യം എടുക്കുക റൂൾ 50 ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. റൂൾ 50 കേരള നിയമസഭയുടെ ഒരു പ്രത്യേകതയാണത്. നേരത്തെ പറഞ്ഞല്ലോ, കേരള നിയമസഭ ഒരുപാട് കാര്യങ്ങളിൽ മാതൃകയാണെന്ന്. സഭ ചേരുന്ന കാര്യത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി കേരള നിയമസഭയുടെ 68, പാർലമെൻറ്റിൻ്റെ എനിക്ക് തോന്നുന്നു 48 മറ്റോ ആണ്. മറ്റ് നിയമസഭകളുടെ അതിനേക്കാൾ പരിതാപകരമായതുണ്ട്. 11, 7 ഒക്കെ ചേർന്ന നിയമസഭകളുണ്ട്. ഏറ്റവും ഉയർന്ന സഭ ചേരുന്ന ദിവസങ്ങൾ കൂടുന്നത് കേരള നിയമസഭയിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പാർലമെൻറ്റ് പകർത്തിയത് നമ്മുടെ സബ്ജക്റ്റ് കമ്മിറ്റികളുടെ മാതൃകയിൽ നിന്നാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മിറ്റി സമ്പ്രദായം ആവിഷ്കരിച്ചത് കേരള നിയമസഭയാണ്. പിന്നീടാണ് നേരത്തെ ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റലി റിലേറ്റഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പാർലമെൻറ്റിലേക്ക് തന്നെ വന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മിനി സഭയാണ്. ഒരു പാർലമെൻ്ററി കമ്മിറ്റി പറഞ്ഞാൽ മിനി പാർലമെൻറ്റാണ്, മിനി നിയമസഭയാണ്. അതിൻ്റെ എല്ലാ അവകാശങ്ങളും അതിലുണ്ട്. ഇപ്പോൾ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി ചേർന്ന് സ്ക്രൂട്ടിനി നടത്തുകയാണ് ബജറ്റ്. ഡിമാൻഡ്സ് ഓഫ് ഗ്രാൻഡ്സ് എല്ലാ ഐറ്റവും കമ്മിറ്റിയുടെ മുമ്പിൽ വരും. എല്ലാ ഐറ്റവും വരും. പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ആരും ഇത്ര ശ്രദ്ധിക്കാറൊന്നുമില്ല. ഒക്കെ പാസ്സാക്കില്ലേ, ശരി പാസ്സാക്കാം, അങ്ങനെ പോലാണ് പതിവ്. പക്ഷെ കമ്മിറ്റിക്ക് ഈ ധനാഭ്യർത്ഥനകളെ, ബജറ്റിനെ സൂക്ഷ്മ പരിശോധന നടത്താൻ
ഉള്ള ഒരു അവസരവും അവകാശവുമാണ് ഇതിലൂടെ ലഭ്യമായിട്ടുള്ളത്. പിന്നെ കേരള നിയമസഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ബില്ലും സബ്ജക്ട് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കുന്ന ഏക നിയമസഭയാണ്. പാർലമെൻറ്റിലില്ല. പാർലമെൻറ്റിൽ പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ അപൂർവമായിട്ടാണ് ഈ ബില്ല് ഒന്നുകിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കാം അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കാം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കീഴ്വഴക്കം പാർലമെൻറ്റിൽ സാധാരണ ഇല്ല. അപ്പോൾ എല്ലാ എം പിമാരും തടസ്സവാദം ഉന്നയിക്കും, അല്ലെങ്കിൽ പലരും തടസ്സവാദം ഉന്നയിക്കും. അതൊരവസരമാണ്, ആ അവസരം ഉപയോഗിക്കാം എന്ന് കരുതി തടസ്സവാദം ഉന്നയിക്കും. ആ തടസ്സവാദത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇത് കമ്മിറ്റിക്ക് അയക്കണം. ഇവിടെ അങ്ങനെ പറയേണ്ട കാര്യമേ വരുന്നില്ല. കാരണം സ്വാഭാവികമായി തന്നെ സബ്ജക്ട് കമ്മിറ്റിക്ക് പോവും. ബില്ല് അവതരിപ്പിച്ചാൽ സബ്ജക്ട് കമ്മിറ്റിക്ക് പോവും. പിന്നെ സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ടോടുകൂടി വീണ്ടും സഭയുടെ മുമ്പിൽ വരുമ്പോഴാണ് ബില്ല് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംവിധാനമാണ്. അതുപോലൊന്നാണ് ഈ റൂൾ 50 അടിയന്തര പ്രമേയം. ഇപ്പം അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. പ്രമേയം എന്ന് തെറ്റാണെന്ന് കഴിഞ്ഞ നിയമസഭ വെച്ച റൂൾ പരിഷ്കരണ കമ്മിറ്റി അവർ കണ്ടെത്തുകയുണ്ടായി. ഉപക്ഷേപം എന്നാക്കി, സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നാക്കി. അതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടിയന്തര പ്രമേയം എന്നാണ്. അഡ്ജോൺമെൻറ്റ് മോഷൻ എന്നതിനെ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഇങ്ങനെയാണ് അടിയന്തര പ്രമേയം എന്ന് പരിഭാഷപ്പെടുത്തി. അതല്ല ഉചിതം, സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്നാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാ ദിവസവും എന്നതുപോലെ കേരളത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യും. എന്താ ചർച്ച ചെയ്യുന്നത്? സഭ നിർത്തിവെക്കണോ വേണ്ടയോ എന്ന കാര്യം 1 മണിക്കൂർ ചർച്ച ചെയ്യും. മനസ്സിലായോ? അതെല്ലാ ദിവസവും ഉണ്ട് ചർച്ച. നിർത്തിവെക്കണോ വേണ്ടയോ? അതാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. നോട്ടീസ് കിട്ടിയാൽ ക്രമപ്രകാരമുള്ള നോട്ടീസാണെങ്കിൽ സ്പീക്കർ എന്ത് ചെയ്യും? ആദ്യം മന്ത്രിയെ കേൾക്കും. ഇപ്പോൾ മന്ത്രി ഒരു 10 മിനിറ്റ് ചിലപ്പോൾ 15 മിനിറ്റ് വരെയൊക്കെ പറഞ്ഞു കളയും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നോട്ടീസ് കൊടുത്ത അംഗം, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ അത് നീണ്ടൊക്കെ പോകാറുണ്ട്. എന്തായാലും ഒരു ഹ്രസ്വമായിട്ട് 10-15 മിനിറ്റ് സംസാരിക്കും ഈ അംഗം എന്തുകൊണ്ട് സഭ നിർത്തിവെക്കണം എന്ന്. വീണ്ടും മന്ത്രി അതിന് മറുപടി പറയും. മന്ത്രി മറുപടി പറഞ്ഞാൽ സ്പീക്കർ തീർപ്പ് അവിടെ അറിയിക്കും, അടിയന്തര പ്രമേയം അനുവദിക്കുന്നില്ല എന്ന്. അപ്പോഴാണ് പ്രതിപക്ഷത്തിന് വോക്കൗട്ട് പ്രസംഗത്തിനുള്ള അവസരം. അപ്പോഴേക്ക് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. മിനിമം 1 മണിക്കൂർ ചർച്ച നടക്കും. പക്ഷേ പാർലമെൻറ്റിലെ അനുഭവം എന്താണെന്നറിയോ? ഇങ്ങനെ പരിപാടിയില്ല. അവിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും. സ്പീക്കർ എന്ത് ചെയ്യും? ഇന്ന ആളുകൾ നോട്ടീസ് തന്നിട്ടുണ്ട്, ഡിസലോ ചെയ്യുന്നു എന്ന് പറയും. ഞാൻ 10 വർഷം പാർലമെൻറ്റ് മെമ്പറായിരുന്നിട്ട് ഒറ്റ അടിയന്തര പ്രമേയം പോലും പരിഗണനയ്ക്കെടുത്തിട്ടില്ല. സഭ നിർത്തിവെക്കണം എന്നുള്ളതല്ല, ഇവിടെ നമ്മളെന്താ നിർത്തിവെക്കണോ വേണ്ടയോ എന്നാണ് 1 മണിക്കൂർ ചർച്ച. എന്നിട്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചാലോ? ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ 2 മണിക്കൂറാണ് ചർച്ച. അത് ഉച്ചയ്ക്ക് 1 മണിക്ക് അല്ലെങ്കിൽ സ്പീക്കർ നിശ്ചയിക്കുന്ന അതിനു മുമ്പുള്ള സമയം എന്നാണ് എടുക്കേണ്ടതാണ് എന്നാണ് ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. അതാണ് ഇവിടെ നേരത്തെ ശ്രീ കെ രാജൻ പറഞ്ഞത്. 48 അടിയന്തര പ്രമേയം കേരള നിയമസഭ ഉണ്ടായ ശേഷം ഇതുവരെ ചർച്ച ചെയ്തു. അതിൽ 18 ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ് ചർച്ച ചെയ്തത്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അത് നമ്മുടെ ഒരു മാതൃകയാണ്, ഇവിടുത്തെ ഒരു മാതൃക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ദിവസവും അടിയന്തര പ്രമേയം തന്നെ അതിനുള്ള അവസരമുണ്ട്. നിർത്തിവെച്ചിട്ടാണെങ്കിലും നിർത്തിവെക്കാതെയാണെങ്കിലും. ഇത് അംഗീകരിച്ചാൽ മറ്റെല്ലാ നടപടികളും അപ്പോൾ നിർത്തിവെക്കുന്നു എന്നേ ഉള്ളൂ. 2 മണിക്കൂർ കിട്ടും. ഓരോ പാർട്ടിക്കും അംഗബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാതിനിധ്യം ഉണ്ടാവുന്നത്. 15 മിനിറ്റ് ഒരാൾക്ക് അവതരിപ്പിക്കാം, നോട്ടീസ് കൊടുത്ത അംഗത്തിന് അവതരിപ്പിക്കാം. അവസാനം മന്ത്രിമാർക്ക്, ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് മറുപടി പറയാം, വോട്ടിനിടാം. അങ്ങനെയാണ് അത് തീർപ്പാക്കുന്നത്. അപ്പോൾ അടിയന്തര പ്രമേയത്തിൻ്റെ പ്രത്യേകത അതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കോളിംഗ് അറ്റൻഷൻ 2 എണ്ണമാണ് ഒരു ദിവസം അനുവദിക്കുക. കോളിംഗ് അറ്റൻഷൻ ആദ്യം ഭരണപക്ഷത്തു നിന്നൊന്ന്, രണ്ടാമത് പ്രതിപക്ഷത്തു നിന്നൊന്ന്. ആദ്യം പ്രതിപക്ഷത്തിന് എന്നുള്ളതായിരുന്നു കീഴ്വഴക്കം. ആദ്യത്തെ കോളിംഗ് അറ്റൻഷൻ പ്രതിപക്ഷത്തിന്. കീഴ്വഴക്കം മാറിയത് 13ാം നിയമസഭ മുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അടിയന്തര പ്രമേയം കഴിയുമ്പോൾ വാക്കൗട്ട് ഉണ്ടാവും. അപ്പോൾ വാക്കൗട്ട് ഇന്ന് എല്ലാവരുടെയും പുറത്തു പോയാൽ ആ സമയത്ത് പ്രതിപക്ഷ അംഗത്തെ വിളിച്ചാൽ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ മാറ്റം വരുത്തി ആദ്യം ഭരണപക്ഷത്തെ വിളിക്കും, പിന്നെ പ്രതിപക്ഷത്തെ വിളിക്കും. അപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട പൊതു താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ ഉയർത്താനുള്ള ഒരു അവസരമാണ് കോളിംഗ് അറ്റൻഷൻ എന്ന്. അത് കഴിഞ്ഞാലാണ് പിന്നെ സബ്മിഷനുകൾ വരുന്നത്. 10 എണ്ണമാണ് സാധാരണ അനുവദിക്കുക. പാർലമെൻറ്റിൽ 20 എണ്ണം അനുവദിക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ 540 ലോക്സഭയിൽ, ഇവിടെ 140 ആളേ ഉള്ളൂ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചോദ്യങ്ങൾക്കൊക്കെ കൂടുതൽ അവസരം നിയമസഭയിൽ അംഗങ്ങൾക്ക് കിട്ടും കേട്ടോ. 540 ആളിരിക്കുന്നൊരു വലിയ സഭയിൽ എപ്പോഴെങ്കിലാണ് ഒരു അവസരം കിട്ടുക, കൈപൊക്കിയാൽ എപ്പോഴെങ്കിലാണ്. ഇവിടെ അങ്ങനെയല്ല. കൂടുതൽ അവസരം ആഴ്ചയിൽ 2-3 അവസരം മിക്കവാറും ഒരു അംഗത്തിന് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കിട്ടും.
അപ്പോൾ ഈ സബ്മിഷൻ സാധാരണ ആളുകൾ ഉപയോഗിക്കുക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങൾ ഉയർത്താനൊക്കെ സബ്മിഷന് 10 എണ്ണം. അതും അംഗബലം നോക്കിയിട്ടാണ്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. പാർലമെൻറ്റിൽ അംഗബലം നോക്കില്ല, ഇൻഡിവിജ്വലാണ്. നോട്ടീസ് കൊടുത്താൽ ഏത് MP-ക്കും അവസരം കിട്ടും. ചിലപ്പോൾ സ്വതന്ത്രനാവും, അവർക്കും നറുക്കെടുപ്പാണ്, നറുക്കെടുപ്പിലൂടെ. ഇവിടെ പാർട്ടിയുടെ അംഗബലം 7-3 എന്നായിരുന്നു കഴിഞ്ഞ തവണത്തെ ഒരു അനുവാദം എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ സബ്മിഷനും കൂടി കഴിയുമ്പോഴാണ് ഗവൺമെൻറ് ബിസിനസ്സിലേക്ക് കടക്കുക. ബില്ലിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇവിടെ പ്രത്യേകമായിട്ടുള്ളൊരു സെഷൻ ബില്ലിനെ സംബന്ധിച്ചുണ്ട്. ചോദ്യോത്തരത്തെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ ഈ ആരോപണങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. സഭയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് 285 പ്രകാരം ഉന്നയിക്കണമെങ്കിൽ സ്പീക്കർക്ക് മുൻകൂട്ടി എഴുതി കൊടുക്കണം. മുൻകൂട്ടി എഴുതി കൊടുത്തിട്ട് സഭയിൽ ആരോപണം ഉന്നയിക്കാൻ പറ്റും. അല്ലാതെ നേരിട്ട് കയറി ആരോപണം ഉന്നയിച്ചാൽ രേഖയിൽ ഉണ്ടാവില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്പീക്കർക്ക് മുൻകൂട്ടി രേഖാമൂലം കൊടുക്കണം. ആ ആരോപണം ഉന്നയിച്ചാൽ, സമയം 12:50 ഇപ്പം നിർത്ത, വേഗം ചുരുക്കാം. ആരോപണം ഉന്നയിച്ചാൽ ഉള്ള ഏതംഗത്തിനെതിരായിട്ടാണോ ഉന്നയിച്ചിട്ടുള്ളത് ആ അംഗത്തിൻ്റെ അവകാശമാണ് വ്യക്തിപരമായി വിശദീകരണം നൽകാനുള്ള അവകാശം. അതെല്ലാ ഒരു ആരോപണം നേരിടുന്ന ഏതംഗത്തിന്, അല്ലെങ്കിൽ ഒരു അംഗത്തെക്കുറിച്ചൊരു പരാമർശം സഭയിലുണ്ടായി, വിശദീകരിക്കപ്പെടേണ്ട ഒരു പരാമർശം ഉണ്ടായാൽ അപ്പം നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചട്ടം അറിയണം. ചട്ടം 288 പ്രകാരം വ്യക്തിപരമായിട്ടുള്ള വിശദീകരണത്തിന് അവസരം വേണം എന്നാവശ്യപ്പെടാം ഒരു അംഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ. അങ്ങനെ വ്യക്തിപരമായ വിശദീകരണം നൽകാനുള്ള അവസരമുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ ചർച്ചയില്ല. ആരോപണം ഉന്നയിച്ച ആൾക്ക് ഈ വിശദീകരണം അംഗീകരിക്കുക അല്ലെങ്കിൽ എന്നല്ലാതെ അവിടെ വെച്ച് തീർന്നു. അത് പിന്നെ അതിൻ്റെ മുകളിൽ ചർച്ച നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി നേരത്തെ ചില ചട്ടങ്ങളെക്കുറിച്ചുകൂടെ പറഞ്ഞു. പിന്നെ പൊതുവായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ രമേശ് ചെന്നിത്തല ചിലതൊക്കെ പറഞ്ഞു. ഇപ്പോൾ സ്പീക്കർ എഴുന്നേറ്റാൽ ബാക്കി എല്ലാവരും ഇരിക്കണം എന്നാണ്. ബാക്കി എല്ലാവരും അപ്പിരിക്കണം. അത് പ്രാഥമികമായ മര്യാദ. പഴയൊരു തമാശയുണ്ട് പാർലമെൻറ്റിൽ. അപ്പോൾ സ്പീക്കർ എഴുന്നേറ്റു, പുതിയൊരംഗത്തിന് കാര്യം മനസ്സിലായില്ല. അപ്പോൾ സ്പീക്കർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഐ എം ഓൺ മൈ ലെഗ്സ്. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഐ എം ആൾസോ ഓൺ മൈ ലെഗ്സ് എന്ന് തിരിച്ചു പറഞ്ഞു. അത്ര അങ്ങനെ ഒരു തമാശയുണ്ട്. അത് പറഞ്ഞ സ്പീക്കർ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് അറിയാത്തതുകൊണ്ട് പറഞ്ഞു, ഞാനും ഐ എം ആൾസോ ഓൺ മൈ ലെഗ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രാഥമികമായി ഒരു പാർലമെൻ്ററി മര്യാദയാണ്. ഇപ്പോൾ സഭ തുടങ്ങുമ്പോൾ സ്പീക്കറെ വണങ്ങുന്നു. നമ്മളെല്ലാവരും സ്പീക്കർ വരുന്നു, എല്ലാവരും വണങ്ങുന്നു, സീറ്റിലിരിക്കുന്നു. നമ്മൾ സീറ്റിൽ നിന്ന് പോകുമ്പോൾ വീണ്ടും സ്പീക്കറെ വണങ്ങുന്നു. കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കറിയാം, സാധാരണ പാലിക്കുന്നൊരു രീതിയാണത്. വീണ്ടും നമ്മൾ കയറി വരുന്നു, വീണ്ടും സ്പീക്കറെ വണങ്ങുന്നു. അതും സഭയിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്, സഭാ മര്യാദയാണ്. ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. അത് അങ്ങേയറ്റത്തെ സഭയോടുള്ള ഒരു അനാദരവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ശ്രദ്ധിക്കാതെ വരും ആളുകൾ. പിന്നെ അധ്യക്ഷന് പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. അധ്യക്ഷനെ അഭിസംബോധന ചെയ്താൽ പ്രസംഗിക്കേണ്ടത്. ചിലപ്പോഴൊക്കെ സ്പീക്കർമാർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങോട്ട് നോക്കി പറയൂ എന്ന് പറയാറുണ്ട്. പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടാവും പറച്ചിൽ. അപ്പോൾ സ്പീക്കർ പറയും, ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കി പറയൂ എന്ന് പറയും. അപ്പോൾ സ്പീക്കറെ അഡ്രസ്സ് ചെയ്യണം, സ്പീക്കറെ നോക്കി വേണം പറയാൻ. അത് സ്പീക്കർ മുഖേനയാണ് പാർലമെൻറ്റിലെ എല്ലാ ചോദ്യം, അല്ലെങ്കിൽ നിയമസഭയിലെ എല്ലാ ചോദ്യവും. ഇപ്പം സർക്കാരിനോടോ മന്ത്രിയോടോ ഉള്ളത് നേരിട്ടല്ല. ഇപ്പോൾ പാർലമെൻറ്റിൽ സാധാരണ നമ്മൾ പറയുന്നത് ത്രൂ യു സ്പീക്കർ, മാഡം സ്പീക്കർ, ത്രൂ യു ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ഓണറബിൾ മിനിസ്റ്റർ, ഇങ്ങനെയാണ്. അങ്ങനെ പറയാവൂ എന്നാണ്. നിങ്ങൾ അങ്ങ് മുഖേന ചോദിക്കുന്നു. സ്പീക്കറാണ് സഭയുടെ പരമാധികാരി. സ്പീക്കർ അറിയാതെ പരസ്പരം സംസാരിക്കാൻ പറ്റില്ല. അപ്പം അതൊക്കെ നമ്മൾ പാലിക്കേണ്ട. ഇതിനൊക്കെ ഈ മുതിർന്ന അംഗങ്ങൾ വലിയ പ്രാധാന്യമാണ് എപ്പോഴും കൊടുക്കുക. ഇതിലൊക്കെ വരുന്ന വീഴ്ച അങ്ങേയറ്റത്തൊരു മോശം കാര്യമായിട്ടാണ് കണക്കാക്കാറുള്ളത്. അപ്പം അതൊക്കെ നമ്മൾ പാലിക്കുക എന്നുള്ളത് അല്ല. അതല്ലേ വണങ്ങിയിട്ടല്ലേ വണങ്ങിയിട്ടാണ് പോണത്. പുറം തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നേ പറഞ്ഞുള്ളൂ. പൂവുമ്പോൾ പിന്നാക്കം നടക്കണമെന്നില്ല. അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അതെ. ഇവിടെ അങ്ങനെ വ്യവസ്ഥ പെരുമാറ്റച്ചട്ടത്തിൽ പറഞ്ഞിട്ടില്ല.
ഇനി പോയിട്ട് മറന്നടിച്ച് വീഴണ്ട. അപ്പോൾ ആണല്ലേ, ബഹുമാനം കൂടി പോയതുകൊണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചില നടപടിക്രമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ ഒരംഗം സംസാരിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കാം ഒരംഗത്തോട്. അത് വല്ലാതെ ദുരുപയോഗിക്കുന്ന ഒരു അവകാശമാണ്. പക്ഷെ അപ്പോഴും സ്പീക്കറുടെ അനുമതി ഇല്ലാതെ ചോദിക്കാം. അംഗം വഴങ്ങിയാലേ പറ്റൂ. സ്പീക്കറെ അഭിസംബോധന ചെയ്ത് ചോദിക്കണം, വഴങ്ങിയാലേ പറ്റൂ. വഴങ്ങുന്നില്ലെങ്കിൽ സ്പീക്കർക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ വഴങ്ങണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ പെരുമാറ്റച്ചട്ടം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ട് ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ഇവിടെ പറഞ്ഞുള്ളൂ. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. സഭയിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ. പിന്നെ അതിൽ ബാനർ ഉയർത്താൻ പാടില്ല, പിന്നെ പോസ്റ്റർ പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. ടി വി ഇബ്രാഹിമിൻ്റെ മുഖത്ത് കിരട്ട ചിരിയാണ് അത് പറഞ്ഞപ്പോൾ. അതൊക്കെ പെരുമാറ്റച്ചട്ടത്തിലുണ്ട്, അതെല്ലാം പെരുമാറ്റച്ചട്ടത്തിലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ, സഭ എന്ന് പറഞ്ഞാൽ എന്താ? സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. സമൂഹത്തിലുണ്ടാകുന്ന വിക്ഷുബ്ധത, പ്രതിഷേധം, അതൊക്കെ സഭയിലും വരും. ചട്ടമുള്ളതല്ല, ചട്ടപ്രകാരമല്ല. അപ്പോൾ ചട്ടം എപ്പോഴും പാലിക്കേണ്ടതാണ്. എന്നാൽ അംഗങ്ങൾക്ക് ചിലപ്പോൾ ചട്ടം ലംഘിക്കാറുണ്ട്. ലംഘിക്കുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ്. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇനി എനിക്ക് തോന്നുന്നു പറയേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവിടെ ഇതുവരെ ആരും പരാമർശിക്കാത്തൊരു കാര്യം ഈ പ്രിവിലേജ് സംബന്ധിച്ചാണെന്ന് തോന്നുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒന്നാണ് ഈ പ്രിവിലേജ് എന്നൊരു പ്രശ്നം. ഇപ്പോൾ പ്രിവിലേജിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്തുടരുന്നത് ഈ പാർലമെൻ്ററി സിസ്റ്റമാകെ ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തെയാണ് നമ്മൾ പിന്തുടരുന്നത്. ഹൗസ് ഓഫ് കോമൺസിലെ പ്രിവിലേജ്, അംഗങ്ങൾക്കുള്ള പ്രിവിലേജ് തന്നെയാണ് ഇവിടെയും നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൽ അംഗീകരിച്ച പിന്തുടരുന്ന സവിശേഷാധികാരങ്ങളാണ് ഇവിടെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആ പ്രിവിലേജിൽ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെന്തോ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളുണ്ട് എന്നതാണ്. സഭയുടെ സുഗമമായിട്ടുള്ള ചുമതലകൾ നിറവേറ്റാൻ ആവശ്യമായ അവകാശങ്ങളേ ഉള്ളൂ. അതിന് തടസ്സം വരാതിരിക്കാനുള്ള അവകാശങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. അല്ലാണ്ട് മറ്റ് പൗരന്മാരിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഒരവകാശവും നമുക്കില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണല്ലോ. ഇക്വാളിറ്റി ബിഫോർ ലോ ആണ്. അത് ഭരണഘടനാ തത്വമാണ്. അത് നമുക്കെല്ലാവർക്കും ബാധക. അല്ലാണ്ട് MLA-മാരോ MP-മാർക്ക് നിയമത്തിൻ്റെ മുമ്പിൽ പ്രത്യേകമായ പരിഗണനയില്ല. അപ്പം എന്താ പ്രിവിലേജ് സംബന്ധിച്ച് ശക്തൻ കൗൾ പറയുന്നത്? ഇൻ പാർലമെൻ്ററി ലാംഗ്വേജ് ദ ടേം privilege applies to certain rights and immunities enjoyed by each house of parliament and committee of each house collectively and by members of each house individually. അതിലേറ്റവും പ്രധാനം എന്താ വെച്ചാൽ സഭയിൽ പ്രസംഗിക്കാനുള്ള അവകാശമാണ്. സഭയിലൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഒരു നിയമ നടപടിയും പറ്റില്ല. അത് ആർട്ടിക്കിൾ 105 ആണ് MP-മാരുടെ കാര്യത്തിൽ. ആർട്ടിക്കിൾ 194, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194 MLA-മാരുടെ കാര്യത്തിൽ. നിങ്ങൾ സഭയിലൊരു പ്രസംഗം നടത്തി, ആ പ്രസംഗത്തിൻ്റെ പേരിൽ അപകീർത്തി കേസ് കൊടുക്കാൻ പറ്റില്ല. അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഭരണഘടനാപരമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 194 പ്രകാരം വോട്ടിങ്ങിനും ഈ അവകാശമുണ്ട്. സഭയിൽ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാനോ മറ്റോ ചെയ്യാൻ പറ്റില്ല. കേസ് കൊടുക്കാനോ പരാതി കൊടുക്കാനോ പറ്റില്ല. അതിനും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിനെ പ്രൊട്ടക്ഷനുള്ളൂ. പിന്നെ സഭയിലേക്ക് നിങ്ങൾ പോകുന്നു, അത് തടസ്സപ്പെടുത്തുക. അങ്ങനെ സഭാ അംഗം എന്ന നിലയിലുള്ള സുഗമമായിട്ടുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ തിരിക്കാനുള്ള അതിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഇത് നൽകുന്നത്, പ്രൊട്ടക്ഷനാണ് ഇത് നൽകുന്നത്. അപ്പം അതിൽ ശക്തൻ കൗൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദേ മേ ബി ഏബിൾ ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ് ഇൻ പാർലമെൻറ്റ് വിത്തൗട്ട് ലെറ്റ് ഓർ ഹിൻഡ്രൻസ്. They do not discharge, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, they do not discharge the member from the obligations to society which apply to him as much and perhaps more closely in that capacity as they apply to other subjects. മറ്റ് ഉള്ളവർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാ ചുമതലകളും ആർക്കുണ്ട്? ഈ ജനപ്രതിനിധികൾക്കുണ്ട്. The fundamental principle is that all citizens, including members of parliament, have to be treated equally in the eye of law. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇപ്പോൾ പലരും ധരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അവകാശം ഇല്ല. പക്ഷേ
MLA, MP എന്നീ നിലയിൽ നമ്മുടെ ചുമതലകൾ നിർവഹിക്കാനുള്ള സംരക്ഷണമുണ്ട്. ഇതിൽ വളരെ കൗതുകകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ 93 JMM കോഴ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസുണ്ട്. അവിശ്വാസ പ്രമേയം വന്നു. അവിശ്വാസ പ്രമേയത്തിന് പരാജയപ്പെടുത്താൻ വേണ്ടി MP മാർക്ക് പണം കൊടുത്തു എന്നതാണ് കേസ്. അപ്പോൾ പണം കൊടുത്തവർക്കും കൈപ്പറ്റി അവിശ്വാസ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തവർക്കുമെതിരെ കേസ് വന്നു. സുപ്രീം കോടതിയിൽ കേസ് വന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് ആ കേസ് പരിഗണിച്ചത്. അപ്പോൾ അവിടെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ MP മാർ ഉന്നയിച്ച വാദം, ഞങ്ങൾക്ക് ആർട്ടിക്കിൾ 105 സംരക്ഷണമുണ്ട്. കാരണം പാർലമെൻറ്റിൽ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരായിട്ട് നടപടി പറ്റില്ല. അപ്പോൾ 3 പേരുടെ ഒരു ജഡ്ജ്മെൻറ്റും മെജോറിറ്റി ജഡ്ജ്മെൻറ്റും 2 പേരുടെ വേറൊരു ജഡ്ജ്മെൻറ്റുമാണ്. മെജോറിറ്റി ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരാളൊഴികെ, അജിത് സിംഗ് ഒഴികെ, അജിത് സിംഗ് പാർലമെൻറ്റിൽ നോ കോൺഫിഡൻസ് മോഷന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. പക്ഷേ മറ്റ് 3 പേരും അതിനെതിരെ വോട്ട് ചെയ്തു. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള കേസ്, CBI എടുത്ത കേസ്, പണം വാങ്ങി മാറി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. കോടതി പറഞ്ഞു, പാർലമെൻറ്റിൽ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇവർക്കെതിരായിട്ട് നടപടി നിൽക്കില്ല. ആ പ്രൊട്ടക്ഷൻ ഉണ്ട്, ആർട്ടിക്കിൾ 105 പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷേ പാർലമെൻറ്റിന് നടപടി വേണമെങ്കിൽ എടുക്കാം, പരിശോധിച്ച് നടപടി എടുക്കാം. പക്ഷേ അജിത് സിംഗിൻ്റെ കാര്യത്തിൽ എന്താ, ആ വിപ്പ് ലംഘിച്ചാൽ അത് പാർലമെൻ്ററി നടപടി, അത് ക്രിമിനൽ കേസാണ് ഞാൻ പറഞ്ഞത്, ക്രിമിനൽ കേസിൻ്റെ കാര്യമാണ്. അത് പാർട്ടിക്ക് നടപടി എടുക്കാം വിപ്പ് ലംഘിച്ചാൽ. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അജിത് സിംഗിൻ്റെ വാദം, ഞാൻ നോ കോൺഫിഡൻസ് മോഷന് വേണ്ടിയാണ് വോട്ട് ചെയ്തത്, അപ്പോൾ അതിനെ എതിർക്കാൻ കാശ് വാങ്ങി മാറി വോട്ട് ചെയ്തു എന്നുള്ള വാദം നിലനിൽക്കില്ല. അപ്പോൾ കോടതി പറഞ്ഞു, അതിൽ വോട്ട് ചെയ്ത കാര്യം മാറ്റി നിർത്തി ഈ ബാക്കി ചില വിഷയങ്ങളുടെ അബറ്റ്മെൻറ്റ്, കോൺസ്പിരസി തുടങ്ങിയ കാര്യങ്ങൾ, അതിൽ നടപടി സ്വീകരിക്കാം, ക്രിമിനൽ നടപടി നിൽക്കും എന്നാണ് കോടതിയുടെ വിധി. അപ്പോൾ ഈ നിലയിൽ ഈ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ, ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, കരുതലോടെ ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്, കോഡിഫൈ ചെയ്തിട്ടുള്ള ഒന്നല്ല, എവിടെ എഴുതി വെച്ചിട്ടില്ല ഈ പ്രിവിലേജ്. ഭരണഘടനയിലെ ഈ 105 MP മാരുടെയും 194 MLA മാരുടെയും കാര്യത്തിൽ ഇത് പറയുന്നു, ഇത് പാർലമെൻറ്റിൽ വോട്ട് ചെയ്തതിൻ്റെ പേരിലും പ്രസംഗിച്ചതിൻ്റെ പേരിലും നടപടിയെടുക്കാൻ പറ്റില്ല. ബാക്കി പ്രിവിലേജ് കോഡിഫൈ ചെയ്തിട്ടില്ല. കോഡിഫൈ ചെയ്യണോ എന്ന് വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ട് മാവലങ്കർ തന്നെ പറഞ്ഞത്, അങ്ങനെ കോഡിഫൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൻ്റെ അത് കൊടുത്തിട്ടുള്ള പ്രിവിലേജസ് അത് പിന്തുടരുക എന്നതാണ് നല്ലത് എന്നാണ്. എന്താണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്, നിയമസഭയും പാർലമെൻറ്റും അപ്പോൾ കോഡിഫൈ ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പ്രിവിലേജിനെ കുറിച്ച് വലിയ തെറ്റിദ്ധാരണ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. ഏത് കാര്യത്തിലും നമ്മൾ പ്രിവിലേജ് കൊടുക്കും, എല്ലാ കാര്യത്തിലും പ്രിവിലേജ് നിൽക്കില്ല. ഈ 2 പ്രിവിലേജ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ സഭാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. പിന്നെ വേറെ ഉണ്ട്, ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ സഭ തുടങ്ങുന്നതിൻ്റെ 40 ദിവസം മുമ്പും തുടങ്ങിക്കഴിഞ്ഞ ശേഷമുള്ള 40 ദിവസത്തിനിടയിലും സിവിൽ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്രിമിനൽ കേസിൽ ആ പ്രൊട്ടക്ഷൻ ഇല്ല, സിവിൽ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അറസ്റ്റ് ചെയ്താൽ സ്പീക്കറെ അറിയിക്കണം, അത്രേ ഉള്ളൂ. അറസ്റ്റ് ചെയ്താൽ സ്പീക്കറെ അറിയിക്കണം, വിട്ടയച്ചാലും സ്പീക്കറെ അറിയിക്കണം, അത്രയാണ് അതിൽ പറയുന്നുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ പ്രിവിലേജുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഞാൻ പറയാം. ഇപ്പം ഞാൻ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ല, അങ്ങനെ എവിടെയും പറയുന്നില്ല. ഞാൻ ഒന്നാമത്തെ കാര്യം പ്രിവിലേജ് കോഡിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതെവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് പറയുന്നുണ്ട്, അത് മറ്റേ സ്പീക്കറുടെ തന്നെ ഒരു റൂളിംഗ് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അറസ്റ്റ് ചെയ്താൽ അറിയിക്കണം, സ്പീക്കർ അറിയിക്കണം എന്നുള്ള അല്ലേ, റൂളിംഗ് അല്ലേ? റൂളിംഗ് ആണത്. വേണ്ട. പിന്നെ ഞാൻ ഒരു അനുഭവം, വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. MP ആയിരുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ദിവസം വലിയ ലാത്തി ചാർജ് നടക്കുന്നു. വിത്തൽഭായ് പട്ടേൽ ഹൗസിൻ്റെ മുമ്പിൽ ലാത്തി ചാർജ്. ഈ കൂട്ടക്കരച്ചിൽ കേട്ടിട്ട് ഇറങ്ങി ഓടിച്ചെല്ലാണ് എന്താ സംഭവം എന്നറിയാൻ. അപ്പോൾ ഞാൻ ഓടിച്ചെല്ലുന്നു. വഴിയിൽ അന്ന് രാജ്യസഭ MP ആയിരുന്ന MP അച്യുതനെ കിട്ടി. ഞാൻ അദ്ദേഹത്തെ കൂടി കൂട്ടി, വരും അച്ചോട്ടെ നമുക്ക് നോക്കാം, എന്തോ വലിയ ബഹളം നടക്കുന്നു. താമസത്തിൻ്റെ സ്ഥലത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലെ വിദ്യാർത്ഥികളുടെ എന്തോ ഒരു സമരത്തിന് നേരെ ലാത്തി ചാർജ് ഉണ്ടായി. അപ്പം നമ്മൾ നമ്മുടെ ഒരു സാധാരണ ശീലം വെച്ച് പോയി ഇതെന്താ കാര്യം എന്ന് അന്വേഷിച്ചു.
നേരിട്ട് പോയിട്ട്. അപ്പോൾ ഈ അവർക്കൊന്നാമത് ഇത് എം പിമാരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. സാധാരണ ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയുള്ള എം പിമാരെ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇത് നമ്മൾ സലീം കുമാർ മറ്റേ സിനിമയിൽ പറയുന്ന പോലെയാണ്, കണ്ട ഒരു ലുക്കില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ എം പി ആണ് എന്നിവർക്ക് വിശ്വാസം വരുന്നില്ല. പോയി തടഞ്ഞു, എന്താ കാണിക്കുന്നതെന്ന് വെച്ചു. നേരെ അടി നമുക്ക് കിട്ടി. അടി കിട്ടിയെന്ന് മാത്രമല്ല, തൂക്കിയെടുത്ത് ബസ്സിലേക്ക് ഇട്ടു. എൻ്റെ ഒരു കുർത്ത ഉണ്ടായിരുന്നു, അതൊക്കെ കീറി പറഞ്ഞു. അന്ന് ഡൽഹി പോലീസ് എന്നോ ഞങ്ങളോട് പറഞ്ഞത്, രണ്ടാളുമുണ്ട്, കൊന്നുകളയെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം കൂടുതൽ അടി ബസ്സിനകത്ത് നിന്ന് ഏൽക്കാതിരുന്നത് നാവിൻ്റെ ബലം കൊണ്ട് പിടിച്ചത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ പ്രധാനപ്പെട്ട ഒന്നാമത് എം പി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല, സാൻസദ് എന്ന് പറഞ്ഞാലേ മനസ്സിലാവും അവർക്ക്. എം പി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ട് അപ്പോഴേക്കും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞു, വാർത്തയായി, എല്ലാവരും പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വന്നു, വിട്ടു. ഞങ്ങൾ രണ്ടുപേരും പ്രിവിലേജ് കൊടുത്തു. അത് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ സഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഹൗസ് വാസ് ഇൻ സെഷൻ, നേരെ താമസ സ്ഥലത്തിന് മുമ്പിൽ ഈ പരാതി മാത്രമല്ല ആക്രമണം ഉണ്ടായില്ലോ, മർദ്ദനം ഉണ്ടായി. അപ്പോൾ അത് വന്നപ്പോൾ അവസാനം ഡൽഹി പോലീസ് കമ്മീഷണർ നേരിട്ട് വന്നു. അന്ന് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ PJ കുര്യൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വന്നു, ഞങ്ങളോട് അഭ്യർത്ഥിച്ചു, മാപ്പ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രിവിലേജ് മറ്റേ നോട്ടീസുമായിട്ട് മുന്നോട്ട് പോകരുത്, മാപ്പ് പറഞ്ഞത് അവസാനിപ്പിക്കണം. കുര്യൻ സാർ കൂടി ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ പറഞ്ഞ സ്ഥിതിക്ക് അതങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിൽ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും, അത് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. സഭ നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ക്രിമിനൽ കേസ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യാം. അത് സിവിലാണ്. സിവിലിൽ ക്രിമിനൽ കേസിൽ പ്രൊട്ടക്ഷൻ ഇല്ല. അല്ല, നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിലല്ലേ പറ്റൂ. അല്ല, അങ്ങനെ വരുമ്പോഴും അങ്ങനെ വരുമ്പോൾ കോടതി അനുമതിയോടുകൂടി വോട്ടിങ്ങിൽ പങ്കെടുക്കാം. അങ്ങനെ എത്രയോ ആൾ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ തോക്കൊക്കെ ഇട്ട് കുറേ ആൾക്കാർ മറ്റേ ഈ പോലീസിൻ്റെ ചുറ്റും നിന്നിട്ട് ചില എം പിമാരെ കൊണ്ടുവന്ന അനുഭവങ്ങളുണ്ട്. എനിക്കൊന്ന് പപ്പു യാദവിൻ്റെ കാര്യത്തിലോ മറ്റാണ് ഒരു ഓർമ്മ ഉള്ളത്. അങ്ങനെ വരാം, അത്രയേ ഉള്ളൂ. അതുപോലെ മിനിമം പിന്നെ ഒരു വർഷം ഇത്ര ദിവസം സഭ ചേരണമെന്ന കണ്ടീഷൻ ഇല്ല. 2 സഭകൾ തമ്മിലുള്ള ഡ്യൂറേഷൻ ഇല്ലേ, 6 months? അതുണ്ട്, അത് സമയമുണ്ട്. 6 മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, എത്ര ദിവസം? അതോടല്ലേ പറഞ്ഞു 7 ദിവസവും 11 ദിവസമൊക്കെ ചേർന്നിട്ടുള്ള സഭകളുണ്ടെന്നുള്ളത്. അപ്പോൾ അവസാനം ഒറ്റ കാര്യം കൂടി പറയട്ടെ. അത് യഥാർത്ഥത്തിൽ ഒരു സംശയം ഈ പ്രിവിലേജ് ഉണ്ട് MLA-മാർക്കും MP-മാർക്കും ഞങ്ങൾ കേട്ട കേൾവിയല്ലേ. അപ്പം ഇതിനകത്ത് മാത്രമേ പ്രിവിലേജ് ഉള്ളൂ, പുറത്തൊരു പ്രിവിലേജും ഇല്ലേ? അല്ലാതെ ആരും അറിയണ്ട, ഈ വിവരം പുറത്തറിയണ്ട. ഉണ്ട് എന്നാണ് ജനത്തിൻ്റെ ധാരണ. ഇവർക്ക് എന്തോർക്കും ഒരു പ്രിവിലേജ് ഉണ്ട്, ഇവരൊന്നും തരക്കേടില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അത് ഇവിടെ ഈ പറയുന്നതിനോട് തിരുത്തപ്പെടുകയാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിവിലേജുകളേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇനി ആവർത്തിക്കണ്ടല്ലോ. അതെ, ഈ പറഞ്ഞ അതായത് നിയമത്തിൻ്റെ മുമ്പിൽ MLA-യും MP-യും സാധാരണ പൗരനും തുല്യരാണ്. പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളില്ല. എന്നാൽ MP MLA എന്ന നിലയിൽ നിങ്ങളുടെ ചുമതല തടസ്സമില്ലാതെ നിർവഹിക്കാൻ ആവശ്യമായ പ്രിവിലേജേ ഉള്ളൂ. അതെ, അതിലാണ് കിടക്കുന്നത്. അപ്പോൾ അവസാനം ഞാൻ അവസാനിപ്പിക്കുക, സമയം വൈകി. എനിക്കൊന്ന് എന്നെ ഓർമ്മിപ്പിച്ചതാണ് സ്പീക്കർ. അതെ, ഞാൻ അവസാനത്തെ കാര്യം ഇതിൽ ഇപ്പോൾ പുതിയ കാലത്താണ് നമ്മളെല്ലാവരും ഉള്ളത്. സഭയുടെ ഈ പുതിയ അംഗങ്ങൾ ഭൂരിപക്ഷം വന്നതോടുകൂടി സഭയുടെ ഒരു കാഴ്ച തന്നെ മാറി. പണ്ട് ഒറ്റ നിറത്തിലെ സഭ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ നിറത്തിലാണ്. ഇപ്പോൾ സഭ വർണ്ണശബളമായി മാറിയിട്ടുണ്ട്. വസ്ത്രധാരണത്തിൽ, വേഷവിധാനത്തിലൊക്കെ ആ മാറ്റം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വന്നതിൻ്റെയൊക്കെ ഒരു മാറ്റം കാണാം. രാഷ്ട്രീയക്കാരുടെ യൂണിഫോം എന്ന് കരുതപ്പെട്ടതൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. നല്ല കാര്യമാണത്. കുറച്ചും കൂടി വൈവിധ്യം ഇതിലെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഭാഷയിൽ, പ്രയോഗങ്ങളിൽ കൂടി മാറ്റം, പുതിയ കാലത്തിൻ്റേതായിട്ടുള്ള മാറ്റം വരേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പ്രയോഗങ്ങൾ അത് ഒഴിവാക്കാൻ കൂടി ശ്രദ്ധ ഉണ്ടാവണം. അപ്പം അംഗങ്ങൾ എപ്പോഴും നിരീക്ഷണത്തിലാണ് എന്ന് കുറച്ചു കാലം സ്പീക്കറായിട്ട് ചുമതല വഹിച്ച ഒരാളെന്ന നിലയിൽ നമ്മൾ ഓർക്കണം. ഇന്ന്
നമ്മളെപ്പോഴും സർവൈലൻസിലാണ്. ഒന്ന് ലൈവ് ടെലികാസ്റ്റാണ് നിയമസഭയുടെ ക്വസ്റ്റ്യൻ അവർ ലൈവ് ടെലികാസ്റ്റാണ്. അതുപോലെ മറ്റെല്ലാ സഭാ നടപടിക്രമങ്ങളും 10 മിനിറ്റ് വൈകിയാണെങ്കിലും ഇന്ന് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലമാണ്. എപ്പോഴും നമ്മൾ നിരീക്ഷണത്തിലാണ്. അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി, മനുഷ്യനാണല്ലോ, മയങ്ങിപ്പോയാൽ അതുവരെ ക്യാമറയിൽ വരികയും ട്രോളായി മാറുകയും സഭയിൽ നമ്മൾ നടത്തിയ എല്ലാ ഇടപെടലുകളും അതിൻ്റെ പേരിൽ റദ്ദാക്കപ്പെടുകയും ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ആ ധാരണ നമുക്കുണ്ടാവണം. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സഭയിലെ ഭാഷാപ്രയോഗങ്ങളുടെ കാര്യത്തിലാണ്. ഒരനുഭവം ഉണ്ടായത്, അത് ഞാൻ സ്പീക്കർ ആകുമ്പോഴല്ല, പാർലമെൻ്ററി കാര്യമന്ത്രി ആകുമ്പോഴാണ്. ഒരംഗം എഴുന്നേറ്റ് നിന്നിട്ട് പ്രസംഗത്തിൻ്റെ ആവേശത്തിലങ്ങ് പറഞ്ഞു പോയതാ, പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്ന പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അത് തിരുത്തണം. വിഷ്ണുവിന് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് തിരുത്തണം എന്ന് പറഞ്ഞു. ഫൂട്ടൻ ആ അംഗം പക്ഷത്തിൽ വാശിയൊന്നും പിടിച്ചില്ല. ഞാൻ ഇപ്പം തന്നെ തിരുത്തി എന്ന് പറഞ്ഞു. തിരുത്തി, അങ്ങ് അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം, വിട്ടേക്ക് എന്ന് പറഞ്ഞു തിരുത്തി. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല, ചിലർ വാശി പിടിക്കും. അപ്പം അതിൽ ഇന്നത്തെ കാലത്തിന് അനുസരിച്ച മാറ്റം അതിലെല്ലാം ഉണ്ടാവണം. ഇപ്പോൾ നിറത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശാരീരികമായ പ്രത്യേകതയുടെ പേരിൽ, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ പേരിൽ ഒക്കെ ഈ ആളുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുക. സഭയിലെ ആൾ തന്നെ ആവണമെന്നില്ല, പുറത്തുള്ള ആളവും. സഭയ്ക്ക് പുറത്തുള്ള ആളെക്കുറിച്ച് ഒന്നും അവിടെ പറയാൻ പാടില്ല സഭയിൽ എന്നാണ് പൊതുവിൽ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദ. കാരണം അവിടെ ഇല്ലാത്തൊരാൾക്ക് വിശദീകരണം നൽകാൻ പറ്റില്ല. അത് പൊതുവിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണ്. അതെ, അലിഗേഷൻ പറയാൻ പാടില്ല. വ്യക്തിപരമായിട്ട് അയാൾ വിശദീകരിക്കേണ്ട ഒരു കാര്യം അവിടെ പറയാൻ പാടില്ല. അത് അലിഗേഷനോ ആവട്ടെ അല്ലാത്തതാവട്ടെ, വ്യക്തിപരമായിട്ട് അയാൾ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം അവിടെ പറയാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ള അവകാശമില്ല, അവസരമില്ല, സഭയിലില്ലാത്തതുകൊണ്ട്. അതെ, പ്രൂവൺ കാര്യങ്ങൾ പറയാം, അത് പറയാം. അപ്പോൾ ഈ കാര്യം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്, പൊതുവായ നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ പറയുന്നത് ഉചിതമാവുമെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും സഭയിൽ കേൾക്കാറുണ്ട്, ആണുങ്ങളെപ്പോലെ എന്നൊക്കെയാണ്, ഇല്ലേ, ഞങ്ങൾ ആണുങ്ങളെപ്പോലെ, അല്ലെങ്കിൽ ആണത്തമുണ്ടെങ്കിൽ. അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ തെറ്റായ പ്രയോഗമായിട്ടും അരോചകമായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ സഭ കൂടുതൽ ചെറുപ്പമുള്ളതായി മാറുമ്പോൾ, സഭയ്ക്ക് പുതിയ മുഖം ഉണ്ടാവുമ്പോൾ ഇത്തരം രാഷ്ട്രീയ ശരികൾ കൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാം സംശയം